പ്രിയമുള്ള എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ചാനലിൽ പറയുന്നത് സ്വിച്ച് വേഡുകൾ ആണ്. ഈ ഒരു സ്വിച്ച് വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പല നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഈ മാന്ത്രിക വാക്കുകൊണ്ട് ധനം, സ്നേഹം, ബിസിനസ് നേട്ടം, എഡ്യൂക്കേഷൻ എന്നിങ്ങനെ പല കാര്യങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കി ജപിക്കുവാൻ കഴിയും. തുടർച്ചയായി 21 തവണ ബ്ലെസ് എന്ന് പറയുക. 21 അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഈ വാചകങ്ങൾ ജപിക്കാം. ജപത്തിനുള്ള നമ്പർ അല്ല ഇവിടെ പ്രധാനം. നമ്മുടെ മനസ്സിൽ ജപിക്കുന്ന സ്വിച്ച് വേഡുകൾ പതിയുന്നത് വരെ ജപിക്കുക എന്നതാണ് സ്വിച്ച് വേഡുകൾ ജപിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബ്ലെസ് എന്ന സ്വിച്ച് വേഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചു ജപിക്കേണ്ട രീതി ഈ വീഡിയോസിൽ വിവരിക്കുന്നുണ്ട്. ബ്ലെസ് എന്നാൽ അനുഗ്രഹിക്കുക എന്നതാണ് അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അനുഗ്രഹം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയാക്കുന്നു. അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും മേൽ പതിക്കുകയും എല്ലാവരെയും സമ്പന്നരാക്കുകയും ചെയ്യുന്നു. ഇത് ഇതുവരെ നിങ്ങളുടെ സ്വന്തം അനുഭവമല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവങ്ങൾ പരിശോധിക്കുക. ദൈനംദിന ജീവിതം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? നിങ്ങൾ നിരന്തരം കഷ്ടപ്പെടുകയും നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? കാരണം എന്താണ്? നമ്മുടെ മനോഭാവമാണ്. ഒരു ബിസിനസ് തുടങ്ങി പക്ഷേ പ്രതീക്ഷിച്ച ലാഭം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പറയും ഇല്ലാത്ത പൈസ കടം മേടിച്ചു തുടങ്ങി, ഇപ്പോൾ എല്ലാം നഷ്ടത്തിൽ ആയി. ഇവിടെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് വാക്കുകളാണ്. അത് നഷ്ടങ്ങൾ വീണ്ടും വരുത്തുകയും മനസ്സ് അസ്വസ്ഥമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ബിസിനസ് അനുഗ്രഹീതം എന്ന് പറഞ്ഞു നോക്കുക. ആ നിമിഷം നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം കടന്നുവരികയും നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഈ ഊർജം കടന്നു ചെല്ലുകയും ചെയ്യുന്നു. അടുത്ത ദിവസവും നിങ്ങൾ ഈ വാക്കുകൾ ആവർത്തിക്കുക. നല്ല മാറ്റങ്ങൾ വരുന്നത് സ്വയം അനുഭവിച്ചു അറിയാം. ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എങ്കിൽ നിങ്ങളുടെയും അവരുടെയും പേരുകൾ പറഞ്ഞ ശേഷം നിങ്ങളുടെ ബന്ധത്തിന്റെ ഒപ്പം ബ്ലെസ് എന്ന് പറയുക. സ്ക്രീനിൽ കാണിക്കുന്ന ഉദാഹരണത്തിൽ നിന്നും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പറയണമെന്ന് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉള്ള ജീവിതങ്ങൾ, ഇവിടെയെല്ലാം ബ്ലെസ് എന്ന വാചകം ഉപയോഗിക്കുക. ഉദാഹരണമായി സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഒരു വാചകം ഉണ്ടാക്കിയത് എങ്കിൽ എന്റെ സാമ്പത്തിക സ്ഥിതി അനുഗ്രഹീതം എന്ന വാചകമാണ് ഉണ്ടാകേണ്ടത്. അത് ദിവസം 21 പ്രാവശ്യം പറയുക. ഇനിയും സ്ക്രീനിൽ കാണുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം എങ്കിൽ അത് ഉപയോഗിക്കുക. മറ്റു പ്രശ്നങ്ങൾ ആണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ ബ്ലെസ് എന്ന മാന്ത്രിക വാക്ക് ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം മറന്നു പോകരുത്. ഇത് സ്വിച്ച് വാക്കുകൾ ആണ്. നമ്മൾ ഈ വാക്കുകളിൽ എന്തുമാത്രം വിശ്വാസം നൽകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിന്റെ വിജയം. സ്വിച്ച് വേഡുകൾ എന്താണ് എന്ന് ഞങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വിച്ച് വേഡുകൾ ജപിക്കാൻ സ്വയം തയ്യാറാകുകയാണ് ആദ്യം വേണ്ടത്. അതിന് ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തുക. നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അസ്വസ്ഥതകളില്ലാതെ ഇരിക്കാനും കഴിയുന്ന ഒരു സമയവും സ്ഥലവും തിരഞ്ഞെടുക്കുക. മനസ്സ് ശുദ്ധമാക്കുക. മനസ്സിനെ ശാന്തമാക്കാനും സ്വയം കേന്ദ്രീകരിക്കാനും ധ്യാനിക്കുകയോ ആഴത്തിലുള്ള ശ്വസനം പരിശീലിക്കുകയോ ചെയ്യുക. ഒരു ഉദ്ദേശ്യം സജ്ജമാക്കുക. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി മനസ്സിൽ 1 മിനിറ്റ് കാണുക. സ്വിച്ച് വേഡുകൾ ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. വ്യക്തമായി ഉച്ചരിക്കുക. സ്വിച്ച് വേഡിലെ ഓരോ അക്ഷരത്തിന്റെയും ഉച്ചാരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ജപിക്കുമ്പോൾ വാക്കുകളിൽ മാത്രമല്ല, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെ കേൾക്കുക. ശബ്ദം അനുഭവിക്കാൻ ആദ്യം ഉച്ചത്തിൽ ജപിക്കുക. തുടർന്ന് അനുഭവം ആഴത്തിലാക്കാൻ കണ്ണുകൾ അടച്ച് ജപിക്കുന്നത് പരിഗണിക്കുക. പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക. സ്വിച്ച് വേഡുകളുടെ ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നേടാൻ സ്വിച്ച് വേഡുകൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുക. പോസിറ്റീവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നെഗറ്റീവ് ചിന്തകളോ സംശയങ്ങളോ ഒഴിവാക്കുക. സ്ഥിരമായി പരിശീലിക്കുക. സ്വിച്ച് വേഡുകൾ ജപിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയുടെ ഒരു പതിവ് ഭാഗമാക്കുക. അതുകൊണ്ട് മനസ്സിലാക്കുക, വിശ്വസിക്കുക, ജപിക്കുക, നേടുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വിഷയവും പരിഹാരവുമായി നമുക്ക് വീണ്ടും കാണാം.
You're my new favorite drug. Enter into my blood. Run with my time.